സവാള ഗിരി സവാള ഗിരി 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 കയ്യിൽ വെച്ചാൽ മതി. സ്റ്റാലിനോട് പറയുന്നത് നീയും കയ്യിൽ വെച്ചാൽ മതി. അല്ല 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 തന്നോട് ഞാൻ പറയുന്നത്. താൻ ആരാ ക്രോസ് ചെയ്യാൻ? താൻ ആരാ? ബ്ലഡി റാസ്കൽ സ്റ്റാലിൻ. നിന്റെ വീട്ടിൽ പോയി വിളിക്കാം. റാസ്കൽ ഇന്നിവിടെ വല്ല ബെട്ടും കുത്തൊക്കെ നടക്കൂട്ടാ. എന്റെ കർത്താവേ. അഡ്വക്കേറ്റ് അനൂപ്, എന്തായാലും സ്റ്റാലിൻ ദേവന്റെ വിശദീകരണത്തിലൂടെ ഒരു കാര്യം വ്യക്തമായി. കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആണ്, മുനമ്പത്ത്. ഒരു സംശയമില്ല. എന്നെ തോൽപ്പിച്ചു കളയാമെന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റിവെച്ചേക്ക്. അഡ്വക്കേറ്റ് രാംകുമാർ ഇപ്പോൾ പാണക്കാട് കുടുംബത്തെ കുറിച്ച് നല്ല വാക്കുകൾ പറയാൻ തുടങ്ങിയെങ്കിൽ നന്ദി. അദ്ദേഹം നേരത്തെ പറഞ്ഞത് അതല്ല, മഹത്തായ പാരമ്പര്യവും പൈതൃകവുമുള്ള കോൺഗ്രസ് പാണക്കാട് തങ്ങൾമാരെ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ട് ആ പാരമ്പര്യം കളയുന്നുവെന്ന ഇപ്പൊ തിരിച്ചും പറയുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് പാണക്കാട് കുടുംബം കോൺഗ്രസുമായുള്ള ബന്ധത്തിലൂടെ അവരുടെ മഹത്തായ കുടുംബ പാരമ്പര്യം അത് നഷ്ടപ്പെടുന്നുവെന്ന അദ്ദേഹത്തിന് വ്യക്തമായി ടെസ്റ്റ് ചെയ്യാൻ അറിയുന്ന നമുക്കൊരു തർക്കമില്ല. നിങ്ങൾ നാഴികക്ക് 40 വട്ടം അവിടെ പോയി തല കുമ്പിടുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് സാറ് പറഞ്ഞത്. അതിന്റെ ചുരുക്കം സത്യമാണെങ്കിലും എനിക്ക് ല്ലോ അല്ല 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 ഞാൻ അദ്ദേഹം അത് വിശദീകരിച്ചല്ലോ. ഞാനതിന് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ പറയേണ്ടി വരുന്നത്. പിന്നെ ഇവിടെ അഡ്വക്കേറ്റ് രാംകുമാറിന് ഭരണഘടനാ വിഷയത്തിലുള്ള വൈദഗ്ധ്യത്തിനൊന്നും ആരും ചോദ്യം ചെയ്തില്ല. അദ്ദേഹം വിദഗ്ധനാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? അഡ്വക്കേറ്റ് രാംകുമാർ ഭരണഘടനാ വിദഗ്ധൻ, കപിൽ സിബൽ പാവതൊന്നും അറിയില്ല. ഈ നേരത്തെ സംസാരിച്ച തലയ്ക്ക് ഭ്രാന്ത വെള്ളം അടിച്ച് വെളിയില്ലാതെ ഓരോന്ന് പറയുവാ. അതെനിക്ക് മനസ്സിലായി. കപിൽ സിബൽ ഞാനൊരു കാര്യം പറയട്ടെ. കപിൽ സിബിന് കഴിവില്ല എന്ന് പറയാൻ പറഞ്ഞാൽ മതി. ഞാൻ പാർട്ടിക്കാരനല്ല, എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഇനി ഏത് വക്കീലായാലും ശരി സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലേ ബാധിക്കാൻ പറ്റൂ. നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ലാതെ. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ? അങ്ങനെ ഞാൻ പറയത്തില്ലല്ലോ. വൈസുണ്ടായി അല്ല നിങ്ങള് കപിൽ സിബല് വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നേ. നിങ്ങൾക്ക് ഞാൻ കണ്ടിരുന്നേ. എത്ര മണിക്കാണ് തുടങ്ങിയത്? ഞാൻ കണ്ടിരുന്നു. ഞാൻ കണ്ടിരുന്നു. കപിൽ സിബല് നിങ്ങൾ എന്നെ ക്രോസ് ചെയ്യുന്നു. നിങ്ങളെന്താ കക്ഷിയാ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങളെ ആ ക്രോസുകൾ കൈ വെച്ചാ മതി. നിങ്ങളെ അല്ല 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 നിങ്ങൾ കേസ് നടത്തുന്ന ഗുമസ്തനാണല്ലോ സ്റ്റാലിൻ. നിങ്ങളോട് പറയുന്നത് ഏതോ കേസ് വക്കീലിനെ ഏൽപ്പിക്കുന്ന ഈ കോൺട്രാക്ടർ ആണല്ലോ. ഞാൻ വക്കീലാ. അതിന് കാശുവല്ലോ. കോൺഗ്രസിന്റെ ശാപം. നിങ്ങളെ കണക്കുള്ള വക്കീലന്മാരാണ് കോൺഗ്രസിന്റെ ശാപം. താൻ വക്കീലാ. ഞാൻ വക്കീലാണോ അല്ലെ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ വക്കീലാണോ അല്ലെ നിങ്ങൾക്ക് അറിയാമോ? സ്റ്റാലിന്റെ നിങ്ങൾ പിന്നെ എന്നോട് സുബ്രഹ്മണ്യർ സാറിനോട് ചോദിച്ചാൽ മതി ഞാൻ ആരാണെന്നുള്ളത്. അതൊക്കെ താൻ കൈ വെച്ചാൽ അതൊക്കെ താൻ കയ്യിൽ വെച്ചാൽ മര്യാദ സംസാരിക്കും. ഞാൻ മര്യാദ സംസാരിക്കും. രാംകുമാർ സാർ അല്ലേ? അല്ല 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 ഇയാളെന്താ കക്ഷിയാണോ? കോടതി മുറിയാണോ ഇത്? ഞാൻ കൈ വെച്ചാൽ മതി. സ്റ്റാലിനോട് പറയുന്നത് നീയും കയ്യിൽ വെച്ചാൽ മതി.
Please. ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ആളുകളോട് അനൂപ്, please. അനുവേ മര്യാദ ജോലി വെക്കണോ? തന്നോട് ഞാൻ പറയുന്നത് തന്നോടാണ് ഞാൻ പറയുന്നത്. എന്റെ അടുത്ത് വരണ്ട. മതിയാക്കണോ? താൻ കൈ ഇവരല്ലേ വക്കീലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനുവാദം വേണം, നിയമം അറിയാം. താൻ ആരാ ക്രോസ് ചെയ്യാൻ? അല്ല, താനാരോട് ക്രോസ് ചെയ്യാൻ? താൻ ആരാ? കൊള്ളാലോ കളി. അടുത്തത് പോലത്തെ അനൂപ്, അദ്ദേഹം ഇപ്പൊ വിഷയം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഒരു പാർട്ടിയുടെ അടിമയല്ല. എനിക്ക് പാർട്ടിയുടെ തന്നിട്ടുണ്ട്. അതിന് രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ. ഞാൻ ഒരു പാർട്ടിയുടെ അടിമയൊന്നും തേയാൻ വരാറില്ല. മനസ്സിലായോ? ബ്ലഡി റാസ്കൽ സ്റ്റാലിൻ. സ്റ്റാലിൻ മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ട. എനിക്ക് അതിനെക്കാളും അറിയാം. പക്ഷേ എന്റെ ചാനൽ ചർച്ചയിൽ വിളിച്ച് എന്തായാലും ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അഡ്വക്കേറ്റ് അനൂപ്, ഇത്തരം പരാമർശങ്ങൾ പാടില്ല. താങ്കൾ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. പറയാൻ പാടില്ലാത്തതാണ് താങ്കൾ പറഞ്ഞത്. അനൂപ്, താങ്കളുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള തെറ്റ് ഉണ്ട്. അത് താങ്കൾ സ്വയം മനസ്സിലാക്കുക. ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. കടന്നു പോകൂ പുറത്ത്.